ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് CSS ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ടൂൾ ടിപ്പ് തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ വെബ്സൈറ്റിലുള്ള ഒരു പിക്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ, അതായത് അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ടൂൾ ടിപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൂൾ ടിപ്പ് നമുക്ക് പ്രധാനമായിട്ടും ടോപ്പായിട്ടും അതേപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബോട്ടം സൈഡിലും നമുക്ക് ടൂൾ ടിപ്പ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെ ഒരു ടൂൾ ടിപ്പ് നമ്മുടെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ HTML നിന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സ്റ്റൈല് CSS ചേർത്ത് കൊടുക്കാൻ വേണ്ടി സ്റ്റൈല് എന്നും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബോഡി എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ബോഡിക്കുള്ളിൽ ഞാനൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇഷ്ടമുള്ള ഡിവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് P എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റ്, ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണെങ്കിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടെക്സ്റ്റ് ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് ടൂൾ ടിപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഡിവ് എന്ന് എഴുതി. ഈ ഡിവിന് നമ്മളൊരു ക്ലാസ് നെയിം കൊടുക്കുന്നുണ്ട്. ക്ലാസ് നെയിം ഇതിന് ഞാൻ ടൂൾ ടിപ്പ് എന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സ് ആണ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് ടൂൾ ടിപ്പ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്പാം ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്പാം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് സ്പാം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ക്ലാസ് ടൂൾ ടിപ്പ് ടെക്സ്റ്റ് എന്താണോ നമുക്ക് ടൂൾ ടിപ്പായിട്ട് വരേണ്ടത് അത് ചേർത്ത് കൊടുക്കാനാണ് നമ്മൾ സ്പാമിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് ദിസ് ഈസ് ടൂൾ ടിപ്പ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വെബ് പേജിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് നമുക്ക് CSS ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് ബോഡിക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, ബോഡീൻ്റെ ഉള്ളിലെ ടെക്സ്റ്റ് അലൈൻസ് ഞാൻ സെൻറ്ററിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ടൂൾ ടിപ്പ്, അതായത് ആ ടൂൾ ടിപ്പിന് എന്തൊക്കെയാണോ CSS വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ടൂൾ ടിപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പൊസിഷനാണ്, അത് നമ്മൾ റിലേറ്റീവ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ, അതായത് ഡിസ്പ്ലേ എന്ന് ചേർത്ത് കൊടുത്തു. ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നിലധികം ലൈനിലായിട്ട് വരാൻ വേണ്ടിയാണ് ഇൻലൈൻ ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. എല്ലാം ഒരു ലൈൻസിലായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇൻലൈന് ബ്ലോക്ക് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്കിതിന് ബോർഡർ, അതായത് ഇതിന് ബോർഡർ ബോട്ടം എങ്ങനെയാണ് ബോർഡർ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ ബോട്ടം എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ എന്തൊക്കെയാണോ വേണ്ടത്, ബോർഡറിന് 1 പിക്സൽ തിക്നെസ് ചേർത്ത് കൊടുത്തു. അതേപോലെ ഏത് ടൈപ്പ് ബോർഡർ ആണോ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു, ഡോട്ടഡ്. അതേപോലെ ഇതിൻ്റെ കളർ എന്താണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൂൾ ടിപ്പിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ടൂൾ ടിപ്പിനും അതേപോലെ തന്നെ ടൂൾ ടിപ്പ് ടെക്സ്റ്റിനും എന്തൊക്കെയാണോ CSS വേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ടൂൾ ടിപ്പ് ആൻഡ് ടൂൾ ടിപ്പ് ടെക്സ്റ്റ് രണ്ടും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ വിസിബിലിറ്റി എന്നുള്ളത് നമ്മൾ ഹിഡൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത് നമുക്കിവിടെ കാണരുത്. അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമ്മളേക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വിഡ്ത്ത് ഞാനൊരു 120 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, എത്രത്തോളം നമ്മുടെ ടൂൾ ടിപ്പ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്താണോ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ കളറായിട്ട് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ റെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റ് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ടെക്സ്റ്റ് ഞാൻ ഇവിടെ വന്ന്
ടെക്സ്റ്റ് ഞാൻ ഇവിടെ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ചോയ്സ് ആണ്, നമുക്ക് എന്ത് രൂപത്തിലാണോ ടെക്സ്റ്റ് കളർ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ടെക്സ്റ്റ് അലൈൻ അത് നമുക്ക് സെൻറ്ററിലേക്ക് ആക്കി മാറ്റാം. എവിടെയാണോ നമുക്ക് ടെക്സ്റ്റ് എങ്ങനെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് തീരുമാനിക്കാനാണ് ടെക്സ്റ്റ് അലൈൻ ഉപയോഗിക്കുന്നത്. ബോർഡർ റേഡിയസ് ഇതിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞു വരാൻ വേണ്ടിയാണ് ബോർഡർ റേഡിയസ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ 6 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് പാഡിങ്ങും, അതായത് ടെക്സ്റ്റ് എത്രത്തോളം നമുക്ക് താഴോട്ടും മുകളിലോട്ടും ഒക്കെ മാറി നിൽക്കണമെന്ന് തീരുമാനിക്കാനാണ് പാഡിങ് ഉപയോഗിക്കുന്നത്. ആദ്യം 5 പിക്സലും പിന്നെ 0 ആണ് ഞാൻ പാഡിങ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ പൊസിഷൻ ആബ്സല്യൂട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് വരാൻ വേണ്ടിയാണ് ആബ്സല്യൂട്ട് എന്ന പൊസിഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ സെഡ് ഇൻഡെക്സ് ഇത് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ടൂളാണ്. ഇത് നമ്മൾ 0 ആണ് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ നേരെ താഴെയും അതായത് ബാക്ക്വേർഡും 1 ആണ് കൊടുക്കണമെങ്കിൽ അത് മുകളിലുമായിട്ടായിരിക്കും കാണിച്ചു തരിക. നമ്മളിവിടെ ഒരു പിക്ചറിൻ്റെ മുകളിൽ ഒരു ടെക്സ്റ്റ് ആണ് കൊടുക്കണമെങ്കിൽ അത് 0 ആണ് കൊടുക്കണമെങ്കിൽ പിക്ചറിൻ്റെ താഴെയും 1 ആണ് കൊടുക്കണമെങ്കിൽ പിക്ചറിൻ്റെ മുകളിലായിട്ടായിരിക്കും കാണിച്ചു തരിക. അപ്പോൾ ടൂൾ ടിപ്പ് നമുക്ക് പിക്ചറിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഏതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സെഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് മൗസ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൂൾ ടിപ്പ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പം നമുക്കിവിടെ വന്ന് എന്താണോ അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ടൂൾ ടിപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ടൂൾ ടിപ്പ് ഹോവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇനി ടൂൾ ടിപ്പ് ടെക്സ്റ്റ് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ടൂൾ ടിപ്പ് ടെക്സ്റ്റ് ഇവിടെ വന്ന് ടൂൾ ടിപ്പ് ടെക്സ്റ്റ് നമുക്കിവിടെ വന്ന് വിസിബിൾ എന്ന് കാണിച്ചു തരണം. നേരത്തെ നമ്മൾ ഹിഡൻ ആണ് കൊടുത്തിരുന്നത്. ഇതെന്ത് ചെയ്യണം, വിസിബിലിറ്റി എന്നുള്ളത് വിസിബിൾ എന്ന് ആക്കി കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഈ ഡിവിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹലോ വേൾഡ് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് എന്താണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോഴാണ് നമുക്കിതുപോലെ ടൂൾ ടിപ്പ് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുപോകുക. ഇതിൻ്റെ ഈ ഹലോ വേൾഡ് എന്ന ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഒരു ടൂൾ ടിപ്സ് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതായത് നമുക്ക് എന്താണോ ഇതിനെ ഒബ്ജക്റ്റ് ഇതിനെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ടൂൾ ടിപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമ്പിൾ ഒരു ടൂൾ ടിപ്പ് എങ്ങനെ നമുക്ക് ഇവിടെ വന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ടൂൾ ടിപ്പ് ടോപ്പിലായിട്ട് വരണം. ഇതിപ്പോൾ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതെങ്ങനെ നമുക്ക് ടോപ്പിലായിട്ട് വരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ചെയ്തതിൽ തന്നെ നമുക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപോലെ തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ടൂൾ ടിപ്പ് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. വിസിബിലിറ്റി ഹിഡൻ അത് അതേപോലെ തന്നെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ വിഡ്ത്ത് 120 പിക്സൽ അതും അതേപോലെ തന്നെ ഇരിക്കട്ടെ. ബാക്ക്ഗ്രൗണ്ട് കളർ, അതേപോലെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, അതേപോലെ റേഡിയസ് 6 പിക്സൽ, അതേപോലെ പാഡിങ് ഇത് അതേപോലെ തന്നെ നിൽക്കട്ടെ. അതേപോലെ സെഡ് ഇൻഡെക്സ് 1 ഇത് ഇത്രയും നമ്മൾ നേരത്തെ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ വന്ന് ഇതിന് ബോട്ടം എന്ന് ചേർത്തതിന് ശേഷം നമുക്കിതിന് 100% എന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ലെഫ്റ്റ് 50 പിക്സൽ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 50 പിക്സലായിട്ട് വരണം. അപ്പോൾ 50% എന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ മാർജിൻ ലെഫ്റ്റ് 60 പിക്സൽ -60 ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് മാർജിൻ ലെഫ്റ്റ് ഉപയോഗിക്കുന്നത്. -60 എന്നുള്ള 60 പിക്സലായിട്ടും ചേർത്ത് കൊടുത്തു. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ നേരെ അതിനെ മുകളിലായിട്ടായിരിക്കും നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരിക. എവിടെയാണോ നമ്മൾ മൗസ് കൊണ്ടുപോയി വെച്ചത് അത് കറക്റ്റായിട്ട് നമുക്ക് ഈ രൂപത്തിൽ എവിടെയാണോ നമ്മൾ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഈ രൂപത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പം നമ്മൾ ടോപ്പിലായിട്ട് എങ്ങനെ നമുക്ക് ടൂൾ ടിപ്പ് ചേർത്ത് കൊടുക്കാം എന്നതാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്തതായി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണ് ടൂൾ ടിപ്പ് ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ ചെറിയൊരു മാറ്റം ഇതിൽ വരുത്തിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ കൊടുത്തതിൽ നമുക്ക് ചെറിയൊരു മാറ്റം ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ളത് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടോപ്പ് എന്നത് -5 നമ്മൾ ചേർത്ത് കൊടുക്കുക. ടോപ്പ് എന്നത് -5 പിക്സൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ റൈറ്റ് എന്നത് നമുക്കൊരു 105% ചേർത്ത് കൊടുക്കാം. റൈറ്റ്
105% എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് ഇതേ രൂപത്തിൽ ടൂൾ ടിപ്പ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബോട്ടം അടിയിൽ എങ്ങനെയാണോ നമുക്ക് ടൂൾ ടിപ്പ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം നോക്കാം. നമുക്ക് ഏത് ഭാഗത്ത് വരണം എന്നുള്ളത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അടിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ടോപ്പ് എന്നത് 100% ചേർത്ത് കൊടുക്കാം. ടോപ്പ് എന്നത് 100% ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ലെഫ്റ്റ് എന്നത് 50%, 50% ചേർത്ത് കൊടുക്കാം. 50% ചേർത്ത് കൊടുക്കാം. അതേപോലെ മാർജിൻ ലെഫ്റ്റ് എന്നത് -60 പിക്സൽ എന്നും ചേർത്ത് കൊടുക്കാം. -60 പിക്സൽ എന്നും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ നേരെ താഴെയായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതിന്റെ താഴെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ടോപ്പ് എന്നത് നമുക്കിവിടെ വന്ന് -5 പിക്സൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 105% ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഇതിന്റെ റൈറ്റ് സൈഡിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇങ്ങനെ ഏത് രൂപത്തിലാണോ നമുക്ക് ടൂൾ ടിപ്പ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിന് നമ്മൾ ഈ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ അഡീഷൻ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. നേരത്തെ പഠിച്ച ബോർഡറും അതേപോലെ തന്നെ ബോർഡർ റേഡിയസും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ടൂൾ ടിപ്പും ഡിസ്പ്ലേ ചെയ്യുന്നത്. ടൂൾ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഇതുപോലെ ചെറിയൊരു മെസ്സേജ് ബോക്സുകളൊക്കെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൂൾ ടിപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.